എല്ലാ സെലിബ്രിറ്റീസും കേൾക്കുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റീസിന്റെ അവിടെയും ഏതെങ്കിലും 2K കിഡ്സ് പറഞ്ഞാൽ അവർ തെറി വിളിയുന്നേക്കാളും സർക്കാസ്റ്റിക് ആവും. ഏറ്റവും കൂടുതൽ കളിയാക്കലും തെറിവിളി കേൾക്കുന്ന ഞാനാ. ആ ചേട്ടൻ നോക്കണോണ്ട് ചേട്ടന് പക്ഷെ അപ്പുറത്തെ റെസ്പെക്റ്റും ഉണ്ട്. അതെ, ഇപ്പൊ ചേട്ടൻ പെരേലയുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോ അവര് ചേട്ടനേക്കാൾ കൂടുതൽ തെറിയുണ്ടാവും. ഇപ്പൊ ചേട്ടന്റെ അവിടെയാണ് ഇവര് പറയുന്നത് എഡ്യൂക്കേഷന്റെ വാല്യൂ. ചേട്ടന്റെ കാര്യത്തിൽ തന്നെ ചേട്ടൻ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. പല വീഡിയോസ് ചേട്ടനെ പറ്റി പറയുമ്പോണ്ടല്ല അവിടെ ആളങ്ങനെ കാണിക്കേണ്ട ആൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? ആൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നല്ല നല്ല ഫാമിലി ആണല്ലോ, ഇങ്ങനെയൊക്കെ ചേട്ടനെ പറ്റി പറയുന്നത്. അപ്പൊ അതാ ചേട്ടൻ അത്ര എഡ്യൂക്കേഷൻ അത്ര വാല്യൂ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പറയുന്ന പഴയ ജനറേഷൻ ആൾക്കാരല്ലേ. എന്റെ പഴയ ജനറേഷനാ പറയുന്നത്, പുതിയ ജനറേഷൻ അങ്ങനെ പറയില്ല. ചേട്ടൻ ഇത്ര വിദ്യാഭ്യാസം എന്തിനെ കാണിക്കുന്നു? അതെല്ലാരും ഇൻസ്റ്റയില് പെരയുടെ വീട്ടിൽ വന്നപ്പോൾ കേസ് പറഞ്ഞു, ഡാൻസ് കളിച്ച കേസ് പറഞ്ഞു, ഡാൻസ് കളിക്കുന്നു. ചേട്ടൻ ഇത്ര പഠിത്തമുള്ള ഒരാളായിട്ട് എന്തുകൊണ്ട് ചേട്ടൻ അങ്ങനെ കാണിക്കുന്നത്? ഇത് ആൾക്കാർക്ക് വേണ്ടത് അതാണ്. അതായത് മനഃപൂർവ്വം ഫിലോസഫി ചെയ്യുന്ന വേണ്ട. ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ട അതൊരു 60 അവര് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നു ചേട്ടൻ പക്ഷെ അവിടെ ചേട്ടൻ എന്താ കൊടുക്കണ്ടേ? ചേട്ടന്റെ സെൽഫ് റെസ്പെക്ട് ആണ് വിൽക്കേണ്ടത്. ചേട്ടൻ സെൽഫ് റെസ്പെക്ട് വിട്ടാൽ ചേട്ടൻ അലിൻ ജോസിനെ ഇപ്പൊ ചേട്ടന് ആരെങ്കിലും ചേട്ടന് പറയാൻ പറ്റുമോ പബ്ലിക്കിലായിട്ട് ഇറങ്ങുമ്പോ ചേട്ടൻ ആരെയും റെസ്പെക്ട് ചെയ്യുന്നു? അതിന് പകരം ചേട്ടൻ ആ പ്രൊഫഷണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ റെസ്പെക്ട് എങ്കിലും ഉണ്ടാവേനെ. ഒന്നും ഞാൻ അറിയപ്പെടില്ല. ചേട്ടൻ ആറാടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം കാണിച്ച കോമാളിത്തരം കൊണ്ടല്ല. അതെ അതെ, ആ ആറാടുകയുടെ സമയത്ത് ചേട്ടന് നല്ല ഫാൻസ് ഉണ്ട്, പോസിറ്റീവ് ഫാൻസ് ഉണ്ട്. പക്ഷെ അതിന് നല്ല ഫാൻസ് കൊണ്ടാണ് ചേട്ടൻ നില്ലുന്നത്. അതിനുശേഷമാണ് കോമാളിത്തരങ്ങൾ കാണിച്ചത്. അപ്പോഴാണ് ചേട്ടൻ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചില്ലേ? ഡാൻസ് ചെയ്യിപ്പിച്ചു ചേട്ടനെ കൊണ്ട്. എന്തുകൊണ്ട് തുളനെ കണ്ടിട്ടുണ്ട് മറ്റേ ഈ സാധനം എത്ര തവണ കാണിച്ചിട്ടുണ്ട്? ഈ സാധനം എത്ര തവണ കാണിച്ചിട്ടുണ്ട്? ഇൻസ്റ്റ വീഡിയോ, പബ്ലിക് വീഡിയോ. അതൊക്കെ ഒന്ന് മാറ്റി ചേട്ടൻ ഈ പറയുന്ന കോമാളിത്തരം എന്നുള്ളത് മാറും. ഞാൻ എവിടെ കോമാളിത്തരം കാണിച്ച് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടന്റെ പഴയ വീഡിയോസിൽ കുറെ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. പഴയ വീഡിയോസിൽ എല്ലാവരും ഒരു നെഗറ്റിവിറ്റി അതാ നോക്കി. ഒറ്റ ഡാൻസ് മതി, ഒറ്റ ഡാൻസ് ആറാടുകയിലാണ് ഫേമസ് ആയ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻസ്റ്റയിൽ ചേട്ടൻ ഡാൻസ് കളിച്ചിടുന്നില്ലേ? അന്ന് നോക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ പാടില്ലേ? മോശമായിട്ട് കാര്യമല്ല. സ്റ്റെപ്പ് തന്നെയാണ് എല്ലാത്തിലും കാണിക്കുന്നത്. ഇനി ഈ ഡാൻസിന്റെ കാര്യം പോട്ടെ, ബാക്കി വീഡിയോസ് ഓരോന്നും വീഡിയോസ് ചേട്ടൻ രാത്രി ഇങ്ങനെ ഫോം ഇങ്ങനെ നാളെ കണ്ടു ക്രഷാണ് ഇപ്പൊ പറയണ്ട. നമുക്ക് നല്ലത് പറയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ മോശം പറയുന്ന ഒറ്റ ചേട്ടൻ ആലോചിച്ചോക്കെ ആറാടൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ചേട്ടന് നെഗറ്റീവായിട്ട് പറഞ്ഞു? പടം പൊട്ടിയതുകൊണ്ട് പക്ഷെ ആരും ചേട്ടന് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല. അത് മോഹൻലാൽ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് തെറി വിളി കേട്ടത്. പടം ഒരു അതിന്റെ ഇടയ്ക്ക് മീഡിയക്കാരുണ്ടാക്കിയ ഒരു കോമഡി കണ്ടില്ലേ? ഇത് ഞാൻ എവിടെ മണപ്പൂർ കോമാന്തരം മണപ്പൂർ ഒരു കോമാന്തരം കാണിച്ചിട്ടില്ല. ചേട്ടാ അതിപ്പോ അങ്ങനെ ഒരു ഇമേജ് ചേട്ടന് വന്നു, അത് ചേട്ടനായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണെന്നാ ഞങ്ങൾ പറയുന്നത്. അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ല. ഇല്ല, തുടക്കകാലത്ത് ചേട്ടൻ ആ ഫെയിം നിലനിർത്താൻ ചേട്ടൻ എംബ്രോനെ പറ്റി പറഞ്ഞ് രാവിലെ തന്നെ അടിപൊളിയാണ് ആറാടുകയാണെന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് പറഞ്ഞ ആൾ രാത്രി ഈ പണം പൊട്ടും ഇത് കേസൊന്നുമല്ല. അങ്ങനെ പറയാൻ ഞാൻ പറയട്ടെ, ഇപ്പൊ സയന്റിഫിക് ആയ കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എനിക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ സാധാരണ ആൾക്കാർക്ക് അറിയോ സയന്റിഫിക് ആണെന്നൊക്കെ പറയാൻ പറ്റോ? എനിക്ക് സംശയം വന്നതാ. അങ്ങനെ ഓരോ പുതിയ ഇൻഫർമേഷൻ മാറില്ലേ? 1000 വർഷം മുമ്പ് കാര്യം ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ? എന്തുകൊണ്ടാണ് അത് പറയാനുള്ളത് മാറി എന്തൊക്കെയോ ഒരു ലൂസിഫർ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ. പക്ഷെ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ പറയാറില്ലേ ഞാൻ എന്ത് ചെയ്തു?
ആസ് എ ഫാൻ ഈ പടം ഇട്ടാണ് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക് ആയി. അപ്പൊ കുറച്ചല്ല ഔട്ട് ടോപ്പിക്കാ പോയല്ലോ. അപ്പൊ എന്താ കുറച്ച് AC ഇട്ടായിരിക്കും കുറച്ച് പറഞ്ഞുതരാം. എനിക്കിവിടെ ചൂടെടുത്തിട്ട് വയ്യ. ഒരു AC ആണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞുതരാം. ഇത് ചൂടെടുത്ത് മനസ്സില വെള്ളവും കിട്ടുന്നില്ല. സമയദീർഘ്യം കൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും പുതിയ സനയെ കാണാൻ പറ്റി. ഗംഗയിലെ സനയ.